നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇന്ന് നമ്മൾ കാണുന്ന സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ്? ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമണം വെറുമൊരു യാദൃച്ഛികതയല്ല. അതിന് പിന്നിലെ ബുദ്ധിയും പണവും ഇറാൻ എന്ന രാജ്യത്തിന്റേതാണ്. തങ്ങളുമായി അതിർത്തി പോലും പങ്കിടാത്ത 2300 കിലോമീറ്റർ അകലെയുള്ള ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ നിരന്തരം ഉപയോഗിക്കുന്നു. ഇസ്രയേലിനും അമേരിക്കയ്ക്കും മരണം എന്നത് ഒരു രാജ്യത്തിന്റെ വ്രതമായി കൊണ്ടു നടക്കുക. 2040ഓടെ ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ കൗണ്ട് ഡൌൺ ക്ലോക്കുകൾ സ്ഥാപിക്കുക. ഇതൊക്കെ ഒരു ആധുനിക ഭരണകൂടത്തിന് ചേർന്നതാണോ? ആണവ കരാറുകൾ ലംഘിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നതും അന്താരാഷ്ട്ര ഏജൻസികളോട് സഹകരിക്കാത്തതും ലോകത്തിന് തന്നെ ഭീഷണിയാണ്. സ്വന്തം പൗരന്മാരെ മതനിയമങ്ങളുടെ പേരിൽ അടിച്ചമർത്തുകയും കൊന്നുതള്ളുകയും ചെയ്യുന്ന ഒരു രാജ്യം അയൽ രാജ്യങ്ങളുടെ സമാധാനം കെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഏകപക്ഷീയമായ ഇടപെടലുകൾ ലോകത്തിന്റെ തന്നെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നു. ഒക്ടോബർ 7-ന് തുടങ്ങിയതല്ല ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നവർക്ക് ഒക്ടോബർ 8 മുതൽ ഇസ്രയേൽ നൽകുന്ന തിരിച്ചടിയും പെട്ടെന്നുണ്ടായതല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. മതപരമായ വെറുപ്പ് മാറ്റിവെച്ച് സമാധാനത്തിന്റെ പാത സ്വീകരിക്കാത്തടത്തോളം കാലം ഈ ദുരന്തം തുടർന്നുകൊണ്ടേയിരിക്കും. യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ, നിരപരാധികൾ ഒരിടത്തും കൊല്ലപ്പെടാതിരിക്കട്ടെ.